ആർക്കു വേണ്ടിയെന്നോ എന്തിനു വേണ്ടിയെന്നോ അറിയാതെ ജന്മഭൂമിയിൽ നിന്നും ആട്ടിയിറക്കാൻ വിധിക്കപ്പെട്ടവർ, ഉറ്റവർക്ക് മുൻപിൽ ബലാത്സംഗത്തിന് ഇരയാവേണ്ടി വന്നവർ. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, സുഡാൻ ജനതയെക്കുറിച്ചാണ്. ലോകത്തിനു മുൻപിൽ നിസ്സഹായരായി നിൽക്കുന്ന സുഡാൻ ജനതയെക്കുറിച്ച്. അവരുടെ കണ്ണുകളിൽ ഇന്ന് പ്രതീക്ഷയുടെ പുൽനാമ്പുകളില്ല, മറിച്ച് മരണഭയം മാത്രമാണുള്ളത്. ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിന്റെ പിടിയിലാണ് ഇന്ന് സുഡാൻ. ഏതാണ്ട് 2 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം ലോകം കണ്ട ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിക്ക് വഴിമാറിയിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധി എന്നാണ് സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തെ ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചത്. 2023 ഏപ്രിൽ മാസത്തിലാണ് സുഡാനിലെ സൈനിക ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. സുഡാൻ ഭരണം നിയന്ത്രിച്ചിരുന്ന 2 പ്രധാന സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര തർക്കമാണ് യുദ്ധത്തിന് വഴിയൊരുക്കിയത്. ഒരു വശത്ത് രാജ്യത്തെ ഔദ്യോഗിക സൈന്യമായ സുഡാനീസ് ആംഡ് ഫോഴ്സ് SAF, ഇതിന് നേതൃത്വം നൽകുന്നത് ജനറൽ അബ്ദുൾ ഫത്ത അൽ ബുർഹാനാണ്. മറുവശത്ത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF എന്ന അർദ്ധ സൈനിക വിഭാഗവും. ഇതിന്റെ തലവൻ ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോ ആണ്. ജനാധിപത്യ ഭരണത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി RSFനെ സൈന്യത്തിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിന്റെ അധികാരം ആർക്കെന്ന തർക്കം രൂക്ഷമായതോടെ ഇരു സൈനിക മേധാവികളും പരസ്പരം പോരാടാൻ തുടങ്ങി. സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിൽ തുടങ്ങിയ യുദ്ധം പിന്നീട് രാജ്യം മുഴുവൻ വ്യാപിച്ചു. യുദ്ധം ഏറ്റവും രൂക്ഷമായത് സുഡാന്റെ പടിഞ്ഞാറൻ മേഖലയായ ദാർഫൂരിലാണ്. വംശീയ അതിക്രമങ്ങൾക്ക് ലോകം മുൻപ് സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. RSFും അവരുടെ സഖ്യസേനകളും അറബ് ഇതര വംശജരെ ലക്ഷ്യം വെച്ച് ഇവിടെ അക്രമങ്ങൾ നടത്താൻ തുടങ്ങി. ദാർഫൂരിലെ പ്രധാന നഗരങ്ങളിലൊന്നായ അൽ ഫാഷിർ അടുത്തിടെ RSF പിടിച്ചെടുത്തതോടെ സ്ഥിതി അതീവ ഗുരുതരമായി. ഇവിടെ ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ക്രൂരമായ അതിക്രമങ്ങൾ നടന്നതായും UN അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുഡാനിലെ പൗരന്മാരുടെ ജീവിതം തകർത്തെറിഞ്ഞ ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ഇതുവരെ 1 കോടിയിലധികം ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ലോകത്ത് ആഭ്യന്തര പലായനത്തിന് വിധേയമാക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയെടുത്ത് പരിശോധിച്ചാൽ അതിൽ സുഡാനാണ് മുന്നിൽ. ഏകദേശം 1.5 ലക്ഷത്തിലധികം ആളുകൾ നേരിട്ടുള്ള ആക്രമണങ്ങളിലോ പട്ടിണി, രോഗങ്ങൾ എന്നിവ മൂലമോ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയുടെ വക്കിലാണ്. ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നതോടെ അസുഖബാധിതർക്ക് മരുന്നുകൾ ലഭിക്കാതായി. അൽ ഫാഷിറിലെ സൗദി മെറ്റേണിറ്റി ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണം ഇതിന്റെ വലിയ തെളിവാണ്. പല അന്താരാഷ്ട്ര ശക്തികളും യുദ്ധത്തിന് ആയുധ സഹായം നൽകുന്നത് സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ്. ദിനംപ്രതി സ്ഥിതിഗതികൾ വഷളാകുമ്പോഴും ചെറുത്തു നിൽക്കാനുള്ള സുഡാൻ ജനതയുടെ ശ്രമം തുടരുകയാണ്.